ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശിവൻ കൂടെ നോക്കിയാ ഇവിടെ ഞങ്ങളപ്പോ ഞാൻ ആലിലക്കണ്ണനായിരിക്കണം. ബിന്ദുവിന്റെ പുതിയ ലെൻസ് ഞാനൊന്ന് ട്രൈ ചെയ്താ മൊത്തത്തിൽ സീനായി. എനിക്ക് ജലദോഷം പിടിച്ചു. അങ്ങനെ കുറച്ച് ബിന്ദുവിന്റെ ലെൻസ് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത ലെൻസ് അല്ല കേട്ടോ, എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ലെൻസ്. അതെ, ഞാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് സാധനത്. പിന്നെ ചിലപ്പോ കുറെ നാൾ യൂസ് ചെയ്യാണ്ടിരുന്ന കാരണമായിരിക്കാം എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ശരിയാവുന്ന വിചാരിക്കുന്നു. എന്താ ഇവിടെ ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് കല്യാണമായിട്ട് അമ്മക്ക് കുട്ടുവിന്റെ അമ്മക്ക് നിറഞ്ഞോണ്ടിരിക്കടി കുട്ടുവിന്റെ അമ്മക്ക് സാരി എടുക്കാൻ പോവാണ് കേട്ടോ. അതെ, കല്യാണത്തിന് അമ്മക്ക് സാരി എടുത്തു കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഡ്രസ് എടുത്തല്ലേ. അപ്പൊ അമ്മക്ക് സാരി എടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് സാരി എടുക്കാൻ പോയിട്ടാണ്. അപ്പൊ അമ്മ ജോലി IAS-ലാണ്. അപ്പൊ അവിടെ നിന്ന് അമ്മേനെ എടുത്തിട്ട് വേണം പോവാൻ. അതെ, അപ്പൊ അമ്മക്ക് കുറെ നാളെ എടുക്കണം പറയണു. അപ്പൊ പിന്നെ കല്യാണത്തിന് എടുക്കാറില്ല. കണ്ട ഒരു പീസ് പോയി പോയാലോ, അല്ലാണ്ട് എന്താ പറയും. അപ്പൊ അവിടെ കാണാൻ പറയും. അച്ഛമ്മേനെ കാണാൻ പോ പറയും. കൊറേ പേരെ ഇങ്ങനെ ചോദിക്കണു ഇപ്പൊ എന്താ പറയാ കുട്ടുവിന്റെ വീട്ടുകാരായിട്ട് കണക്ഷനില് ബന്ധമില്ലേ എന്നൊക്കെ. പക്ഷെ നമ്മള് നല്ല ലോങ്ങിലാണ് ഇവിടെ നിക്കണേ. അപ്പൊ ഇടയ്ക്കമ്മേടെ അടുത്തേക്ക് പോവലുണ്ട്. അപ്പൊ നമ്മള് ഇതെനിക്ക് പറ്റില്ല, എനിക്ക് വണ്ടി പോണ്ടാ, ഞാൻ ഊരിക്കാൻ പോയി. അപ്പൊ നമ്മളിവിടെ സൂര്യ സിൽക്സിൽ എത്തിയിട്ടുണ്ട്. സൂര്യ സിൽക്സ് എന്ന് പറയുന്നത് ശക്തൻ സ്റ്റാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അമ്മേനെ എടുത്തിട്ട് കുറച്ച് ദിവസമായില്ലേ, കുറച്ച് നേരം അമ്മേനെ കുറച്ച് നേരം എടുത്തിട്ട്. അപ്പൊ അമ്മയുടെ ഒരു മിസ്സിനെ കയറ്റിയിട്ടുണ്ടായിരുന്നു വണ്ടിയില്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് അമ്മ IAS കോളേജിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ അവിടുത്തെ ഒരു മിസ്സിനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വീഡിയോ എടുത്ത് വെറുതെ ചളവാക്കണ്ടെന്ന് വിചാരിച്ചു. എന്താ അമ്മ ഇവിടെ കോടിയെ പോലെ ഇരിക്കണേ. അമ്മക്ക് വീഡിയോ എടുക്കുമ്പോ ഈ ഒരു കോടലുണ്ടാവും. അതുപോലെ സെൽഫി ഒക്കെ എടുക്കുമ്പോ അങ്ങനെ വരാറുണ്ടല്ലോ അമ്മ. എന്താ അമ്മ എന്തെങ്കിലും പറയ്, എന്തിനാ വന്നിട്ടുള്ളേ? എന്ത് സാരി കൊണ്ടാ? പട്ടുസാരിയാ? അതെ, വിജിയുടെ. നമ്മുടെ ശിവോടി ഉണ്ട്. അപ്പൊ മിസ്സിനെ ഞങ്ങൾ ഇവിടെ ഇറക്കി. ഇപ്പൊ ഇവിടെ ഷോപ്പിൽ വന്നിട്ട് നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ പോകണ്ട. ഓക്കെ, അപ്പൊ എന്റെ കല്യാണത്തിന് അമ്മ ബിന്ദുവിനെ കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് ഡ്രസ് എടുപ്പിച്ചാന്നാണ് പറയണത്. പക്ഷെ അമ്മയ്ക്ക് അത് ഓർമ്മയില്ല. അമ്മ കാരണം നല്ലൊരു ഷോപ്പ് കണ്ട് കിട്ടിയില്ല ഞങ്ങൾക്ക് ഇവിടെ. അപ്പൊ ഇവിടെ കുറെ കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകട്ടെ. എത്രത്തോളം ഉള്ളിലത്തെ സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന അറിയില്ല അമ്മേ. അടിപൊളി സാരികള് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇതൊരു പാർട്ടി വെയർ പോലെയൊക്കെ യൂസ് ചെയ്യാം അല്ലെ. നൈറ്റ് വല്ല പാർട്ടി ഒക്കെ പിന്നെ താളങ്ങം കിടന്നിട്ട് മാതിരി. ഇപ്പൊ ഒരു ശരിക്കും ഇത് പ്രൊമോഷനാണ്. ഇത് പ്രൊമോഷൻ അല്ല ഗൈസ്. സംഭവം സൂര്യനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ സൂര്യയുടെ കടയിലല്ലോ ഇത്. ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മോളെ ഇഷ്ടപ്പെട്ടൂലേ?
ഇഷ്ടപ്പെട്ടു ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഞങ്ങളിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പറഞ്ഞത് ഒരു മുകളിലത്തെ, അതായത് 3rd ഫ്ലോറിൽ കുറച്ച് ഓഫറുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്, അവിടെ നിന്ന് പോയി നോക്കി നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല ജീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ജീൻസ് എനിക്ക് എന്താ പറയുക, ഇപ്പം കുറച്ച് തടി വെച്ച കാരണം കൊണ്ട് ജീൻസ് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ജീൻസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജീൻസൊക്കെ നോക്കി. പിന്നെ ഷിവുവിന് ചെറിയൊരു ജീൻസ് നോക്കി. പിന്നെ 160 രൂപയാണ് ഷിവുവിൻ്റെ ജീൻസിന് വന്നത്, ബ്ലാക്ക്. പിന്നെ 250 രൂപയ്ക്ക് 2 ജീൻസാണ് എടുത്തത്, ഒരു ബ്ലൂവും പിന്നെ ഒരു ബ്ലാക്കും എനിക്ക്. പിന്നെ കുട്ടൂനൊരു ടീഷർട്ട് എടുത്തു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സാരി അമ്മയ്ക്ക് നോക്കിയിട്ട് അങ്ങോട്ട് തൃപ്തിയാവാത്ത കാരണം കൊണ്ട് നമ്മൾ വേറെ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കല്യാണിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് നേരെ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് വെറും 905 രൂപയായിട്ടുള്ളൂ. 2 ജീൻസ് അല്ലേ, നല്ല അടിപൊളി 2 ജീൻസ്, ഷിവുവിന് ഒരു ജീൻസ്, അതുപോലെ എനിക്കൊരു ടീഷർട്ട്. പിന്നെ എന്തെടുത്തിട്ടുള്ള അത് നമുക്ക് കാണിക്കാം. ജംസിന് 905 രൂപയായിട്ടുള്ള. നമ്മൾ അടുത്ത വട്ടം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാൺ സാരീസിലേക്കാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള തിരക്കിൽ ഞാൻ ഇറങ്ങാൻ നിൽക്കണം. അങ്ങനെ ഞങ്ങൾ കല്യാണിലെത്തി. അമ്മയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, പക്ഷേ അമ്മയ്ക്ക് എല്ലാം അങ്ങോട്ട് ഇഷ്ടമാവണില്ല. അമ്മ പറഞ്ഞു ഓവറായിട്ടുള്ള പ്രൈസിനൊന്നും വേണ്ട, അധികം പ്രൈസിൻ്റെ വേണ്ട, ചെറിയ പ്രൈസിൻ്റെ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെയും നല്ല ഓഫർ ഉണ്ട് കേട്ടോ. എന്താ പറയുക, പകുതി 50% ഓഫ്, പകുതി അങ്ങനെ നല്ല ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സാരീസും നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ഈ സാരിയൊക്കെ ഇഷ്ടമായി. കുറേ സാരികൾ, നല്ല നല്ല സാരീസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അമ്മയ്ക്ക് വേറെ വേറെ ടൈപ്സ് ആയിരുന്നു അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മ പറഞ്ഞു ഓവറായിട്ടുള്ള റേറ്റിൻ്റെ ഒന്നും വേണ്ട, ചെറിയ റേറ്റിൻ്റെ അനുസരിച്ചിട്ടുള്ളത് എനിക്ക് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞമ്മ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണല്ലോ ഓരോരുത്തർ ഡ്രസ്സ് എടുക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു ഈ ബ്ലാക്ക് കൊള്ളാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു സാരിയും കൂടി എടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് ഈ പീക്കോക്ക് കളറ് സാരിക്ക് ഇഷ്ടമായിട്ടാണ്. ഞാനൊക്കെ കൺഫ്യൂഷനായി, അമ്മയ്ക്ക് ഗ്രീൻ എടുക്കണോ ബ്ലാക്ക് എടുക്കണമെന്ന് വെച്ചിട്ട്. അപ്പോൾ കുട്ടി പറഞ്ഞു 2 എടുക്കാം, നല്ല ഓഫറും ഉണ്ട്. അപ്പോൾ 2 എടുത്ത് ഞങ്ങൾ നേരെ പാൽ സർബത്തില്ല അത് കഴിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ റൗണ്ടിൽ തന്നെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയത്, പക്ഷേ ടേസ്റ്റ് വൈസ് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ചിക്കൻ റോളാണ് കഴിച്ചത്, അമ്മയും കുട്ടും ബീഫ് റോളാണ് കഴിച്ചത് കേട്ടോ. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ ചെരുപ്പ് നോക്കാൻ പോയി. അപ്പോൾ ഷിവുവിന് ചെരുപ്പ് നോക്കാൻ പോയി. അപ്പോൾ ഷിവുവിന് പറ്റിയതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വലിയ കളക്ഷൻസൊന്നും തോന്നിയില്ല അവിടെ. ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ എന്താ പറയുക, ഡെയിലി വെയറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ നോക്കിയപ്പോൾ ഷൂസിൻ്റെ ഒക്കെ കുഴപ്പമില്ല, മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റുന്ന ഷൂസൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടൂന് ഇത് ഇഷ്ടപ്പെട്ടെന്നാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും ഇഷ്ടപ്പെടാണ്ട് ഷിവുവിനൊരു പാവേനയും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ അമ്മയ്ക്ക് സാരിയൊക്കെ മേടിച്ചു അല്ലേ. അമ്മയ്ക്ക് അവിടെ എത്തിയപ്പോന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നോക്കിയിട്ടാണ് ഒരു സാരി ഇഷ്ടപ്പെട്ടത്. പച്ച സാരി ഇത് പിടിക്കും കേട്ടോ. നമ്മൾ ആദ്യം പോയത് എങ്ങോട്ടായിരുന്നു? ആദ്യം പോയത് സൂര്യ സിൽക്സിലേക്കാണ് പോയത്. അമ്മയ്ക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. പിന്നെ കൺഫ്യൂഷൻ ആയ കാരണം കൊണ്ട് ഞങ്ങൾ വേറെ കല്യാണിലേക്ക് പോയി. അല്ല അവിടെ കളക്ഷൻസ് ഇല്ല എന്നല്ല കേട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് അവിടെ ഒരു പച്ചയൊക്കെ ഇഷ്ടപ്പെട്ടു, ഒരു മഞ്ഞ. അപ്പം ഒരു മഞ്ഞയും പച്ചയും കൂടിയിട്ടുള്ളൊരു മഞ്ഞ പോലത്തെ പച്ച സാരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കല്യാണിൽ പോയി. കല്യാണിനാണ് അമ്മയ്ക്ക് സാരി എടുത്തത്. പിന്നെ അവിടെ എത്തിയപ്പോൾ നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അവിടെ എത്തിയപ്പോൾ ഒരു കറുപ്പ് സാരി ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള് 2 സാരിയാണ് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. ഓഫർ ഉണ്ടായിരുന്നു. അതിൽ അമ്മ പറയണത് അമ്മ കറുപ്പ് എടുക്കുന്നതാണ്, നമ്മൾ വിചാരിക്കണത് അമ്മ പച്ച എടുക്കുന്നതാണ്. പക്ഷെ എന്താണെന്ന് കണ്ടറിയണം. അതെ, അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ഞാൻ ഉറങ്ങായിരുന്നു കേസ്, അതാണ് മുഖത്തിന് ഒരു ക്ഷീണം കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഞങ്ങള് പിന്നെ എന്താ പറയാ, അന്നത്തെ ദിവസമല്ല നമ്മൾ ഈ വീഡിയോ പറയണത്. അതെ, അത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ അവിടെ നിന്ന് എടുത്ത ടീഷർട്ടാണ് ഇപ്പൊ ഇട്ടിട്ടുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 350 രൂപയാണ്. അപ്പൊ അവിടെ സൂര്യ സിൽക്സിൽ ഓഫർ ഉണ്ട്. ഇപ്പൊ അവിടെ നിന്ന് ഒരു സെക്ഷനില് ഒരു ഫ്ലോർ മൊത്തം ഓഫറുകളുടെ ഒരു ഫ്ലോർ ഉണ്ട്. വിന്ദൂട്ടുള്ള ജീൻസ് കണ്ട, ഈ ജീൻസിന് വെറും 250 രൂപ. അടിപൊളി ജീൻസാണ്. ജീൻസ് എന്ന് പറഞ്ഞാൽ പൊളിയുണ്ടാ. 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഷിവുവിന് ഒരു ജീൻസ് എടുത്തു. എല്ലാം കൂടി ടോട്ടല് 900 രൂപ. 900 രൂപ 2 ജീൻസ്, ടീഷർട്ട്, പിന്നെ ഷിവുവിന് ഇത്. നല്ല അടിപൊളി ഓഫറുള്ള ഒരു കടയാണ് ഷിവുവിന്റെ ജീൻസിനായത്. അതുപോലെ കല്യാൺ സാരീസിലുണ്ട് കേട്ടോ, ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാരി എടുക്കുമ്പോ ഓഫറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏത് കല്യാണം ചോദിക്കും? അശ്വിനിയുടെ അവിടുത്തെ കല്യാണം. അശ്വിനിയുടെ അവിടുത്തെ കല്യാണം ഉണ്ടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ. ബൈ.